നമസ്കാരം. മാതൃഭൂമി.കോമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും ജീവിതാഭിലാഷമാണ് വിദേശത്ത് പഠിക്കുക എന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള M&G മൈഗ്രേഷൻ്റെ സ്റ്റഡി വിങ്ങായ GB എഡ്യൂക്കേഷൻ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 3.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് വിദേശത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ അവസരം നേടിക്കൊടുത്തത്. GB എഡ്യൂക്കേഷൻ്റെ കേരള സെൻറ്റർ ഡയറക്ടറായ ജസ്റ്റിൻ മാത്യു സാറാണ് ഇന്ന് ബിഹൈൻഡ് ദി സക്സസ് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം സാർ. സാറ് പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജോലി ചെയ്തത് അമേരിക്കയിലെ പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറായിട്ട്. സ്വപ്ന തുല്യമായൊരു കരിയറാണത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത്? അത് കുട്ടിക്കാലം തുടങ്ങിയുള്ളൊരു സ്വപ്നമായിരുന്നോ? US ജോലി കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. സോ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് തന്നെ ഞാൻ US മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ IT ഫീൽഡിലോട്ട് പതുക്കെ ഡൈവേർട്ടായി. കാരണം അന്ന് Y2K ബൂം ഒക്കെ ഉള്ള സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്കൊരു വിത്തിൻ 3 months ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടുകയും ഞാനൊരു 4 മാസം കൊണ്ട് അമേരിക്കയിൽ എത്തി. അവിടെ ഒരു പ്രോജക്റ്റ് കോർഡിനേറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലത്തോളം അമേരിക്കയിൽ ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്ത് 10 കൊല്ലമായിരുന്നു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, അമേരിക്കയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ഒരു കരിയറിൻ്റെ ബിഗിനിങ് സ്റ്റേജുകളിൽ യു ഷുഡ് ഏൺ സംതിങ്. ദെൻ ഐ വോണ്ടഡ് ഓൾവേസ് കം ബാക്ക് ആൻഡ് സെറ്റിൽ ഇൻ ഇന്ത്യ. അതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാനത് 10 കൊല്ലത്തിന് ശേഷം ഞാൻ അവിടെ നിൽക്കുന്ന സമയങ്ങളിൽ തന്നെ ഞാൻ റിസർച്ച് ചെയ്യുമായിരുന്നു വാട്ട് ഐ ക്യാൻ ഡു വെൻ ഐ കം ബാക്ക് ടു ഇന്ത്യ എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു സംരംഭനാകുക എന്നുള്ളത് നമ്മുടെ ഒരു back of my mind. I always wanted to do that. So what I didn't have any clue, so I thought, I'll come back here. When I came back, I had an offer from Info Park, but once I landed in India, I thought, I'll actually talk to different people, and I understood that immigration was one of the prospective field right now, and at that time it was very popular too. So I thought, my sister was in Canada, she's an immigration lawyer. So why don't I start a office of their branch office in India? So I started a small office in Kallur. That was my first initiative. And my wife was also involved. My father was also involved. So it was a small office with 2 or 3 employees. And we kicked off. And within 5 to 6 months, we started getting inquiries, and I knew that I was able to do consultation and able to convert people, and I was good in that. So then I thought, okay, I should stick on to this one. Then I continued with this immigration. So that's how we started with the M&G Immigration and Study Abroad Consultant named. We started with few employees. Now we are a company with almost 300 employees with 17 branches throughout Kerala. That was my initial initiative. ഈ സംരംഭകനാകണം എന്നുള്ള സ്പാർക്ക് ആദ്യം വന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? Always I wanted to do something in life, something that's different in life. But I didn't know that I was going to be a entrepreneur immediately. But I have seen my friends and families who already was doing different kind of businesses, more entrepreneurs, and doing a better life and earning good money. So we thought, I also wanted to do the same thing. അങ്ങനെയാണ് എനിക്കൊരു സംരംഭകനാകണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം വന്ന് തുടങ്ങിയത്. ഇതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞത്. തുടക്കത്തിൽ സാറിൻ്റെ മനസ്സിലൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത്? പ്രത്യേകിച്ച് അങ്ങനെ ഒരു റോൾ മോഡലൊന്നും എനിക്കില്ലായിരുന്നു. ഞാനങ്ങനെ പ്രത്യേകിച്ച് റോൾ മോഡൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി എൻ്റെ ഫാദറാണ് എൻ്റെ FSCയിലൊരു ഫിനാൻസ് മാനേജറായിരുന്നു. അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് നാളെ ഈസ് ഡേ ടു ഡേ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുന്നൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു ഫാമിലിയിലും ബിസിനസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സോ but I always wanted to do some kind of business and help people out there. That was my goal in my life. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. So I thought, if you do some justice to what your plan, you should be successful. So I believed in that and I moved forward. 2010 M&G തുടങ്ങുന്നത്. അപ്പോൾ അന്ന് കേരളത്തിലുള്ള കൺസൾട്ടൻസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് തരം സേവനങ്ങളാണ് കൊടുത്തിരുന്നത്? 2000 മുതൽ 2010 വരെയാണ് ഞാൻ US ഉണ്ടായിരുന്നത്.
അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞാൻ ഒരു മാർക്കറ്റിൽ സ്റ്റഡി നടത്തിയപ്പോഴത്തും MNG ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള കൺസൾട്ടൻസികളിൽ അന്ന് പോപ്പുലറായിട്ടുള്ള 3-4 കൺസൾട്ടൻസികൾ കൊല്ലങ്ങളായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഞങ്ങളുടെ ലൈസൻസിങ് പാർട്ട് തന്നെയായിരുന്നു. MNGയുടെ എൻ്റെ സിസ്റ്റർ ജൂഡി മാത്യു എന്ന് പറയുന്ന ആൾ ഈസ് എ ബാരിസ്റ്റർ ഇൻ കാനഡ. ദ രജിസ്റ്റേർഡ് വിത്ത് ലോ സൊസൈറ്റി ഓഫ് അപ്പർ കാനഡ. അങ്ങനെ ഒരു ബാരിസ്റ്റർ ആയിരുന്നു. ആ ബാരിസ്റ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫേമാണ് നമ്മുടെ. വേറെ ഈ കേരളത്തിൽ വേറൊരു ഫേമും ഇങ്ങനെ ഒരു ബാരിസ്റ്റർ, ദർ ഓൾ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ്. സോ അത് ആ കൺസൾട്ടൻറ്റും ബാരിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം ആണ് നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാനും ഒരുപാട് ആൾക്കാരിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റർ ജൂഡിയും ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, കാനഡയിൽ ആ ഓഫീസ് ഉണ്ടല്ലോ. അതെ, ആ ഓഫീസ് വഴി എന്തൊക്കെ സേവനങ്ങൾ ഇപ്പൊ ലഭ്യമാക്കുന്നത്? കാനഡയിലുള്ള ഓഫീസ് വഴി നമ്മളിപ്പോൾ ഇവിടുന്ന് പോകും. കാനഡയിലെ സ്റ്റുഡൻസ് ഇപ്പം ഒന്ന് നമുക്ക് കാനഡയിൽ പെർമനന്റ് റെസിഡൻസി ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PR പ്രോസസ്സിങ്ങിനുള്ള ആളുകൾ, അതായത് ക്വാളിഫൈഡ് ഹാൻഡ്സ് വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആ കാറ്റഗറി വരുന്നത്. അത് ഇമിഗ്രേഷൻ ഡയറക്റ്റായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് സ്റ്റുഡൻസ് പോകുന്ന സ്റ്റുഡൻസിന് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ സ്പൗസ് വിസാസ്, ടെമ്പററി റെസിഡൻറ്റ് വിസാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ അവിടെ ചെന്ന ശേഷം അവർക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് എക്സ്റ്റൻഷൻ വേണം. ഒരു കോളേജ് മാറുവാണെങ്കിൽ ഡിഫറെൻറ്റ് ഇത് വേണമെന്നുണ്ടെങ്കിലും ദേ വിൽ പ്രോസസ് ഫ്രം ദർ കാനഡ ഓഫീസ്. അതായിരുന്നു ഡിഫറെൻറ്റ് സർവീസസ് ദാറ്റ് നമ്മുടെ കാനഡ ഓഫീസിന് ചെയ്യാൻ പറ്റുന്ന ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്. നമ്മുടെ സ്റ്റുഡൻസ് ആണ് എസ്പെഷ്യലി ദേ വിൽ ആക്ച്വലി ഡൂയിങ് എവറിത്തിങ് ഇൻ എ ഡിസ്കൗണ്ടഡ് റേറ്റ് കമ്പയർഡ് ടു എ ന്യൂ പേഴ്സൺ കമ്മിങ് ഡയറക്ട്ലി ടു ദം. ഈ MNGയുടെ സ്റ്റഡി വിങ്ങിലേക്ക് GB എഡ്യൂക്കേഷൻ വരുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ നമ്മൾ 2010 മുതലൊരു 14-15 കാലഘട്ടം വരെ നിങ്ങൾ ഫുള്ളി ഇൻറ്റു കാനഡ മൈഗ്രേഷൻ ആയിരുന്നു. കാനഡ മൈഗ്രേഷനകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ ഒരു 5-6 കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ 2000-ൽ മുകളിൽ ഫാമിലീസ് ഞങ്ങൾ വഴി കാനഡയിൽ പോയി സെറ്റിൽ ആയിട്ടുണ്ട്. ഒരു 500-ൽ പരം നേഴ്സസും അവരുടെ ഫാമിലീസും ക്യൂബെക് മൈഗ്രേഷൻ പ്രോഗ്രാം വഴി നമ്മൾ വഴി തന്നെ വിട്ടത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഈ ഒരു പുതിയ സിസ്റ്റം, എക്സ്പ്രസ് എൻട്രി എന്ന സിസ്റ്റം വന്നത്. അപ്പോഴത്തെ ആ ഒരു സിസ്റ്റം കാനഡൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒരു പോയിന്റ് ബേസ്ഡ് ആക്കി. അപ്പം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ക്രൈറ്റീരിയ അവർ കൂട്ടി. ലാംഗ്വേജ് ലെവലിൽ CLB ലെവൽ 8 വേണം, അല്ലെങ്കിൽ 9 വേണം എന്നൊക്കെ പറയുമ്പം എല്ലാവരും ക്വാളിഫൈഡ് ആവുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തും ഇതിനകത്തുള്ള ഞങ്ങളുടെ ഒരു അറ്റ് എനി ഗിവൺ ടൈം വി ഹാഡ് എ ഡാറ്റാബേസ് ഓഫ് 4,000+ ക്ലയൻസ് അറ്റ് എനി ഗിവൺ പോയിന്റ്. അപ്പം ആ ഒരു ക്വാളിഫൈഡ് ആവുന്നില്ല ഒത്തിരി പേരെന്ന് കണ്ടപ്പം I thought of diverting that business to a little bit different. We had like student visa students, but we were like doing 300-400 students every year. But I wanted to do it in a bigger scale. So we had a discussion with GB, and they thought we need an exclusivity of Kerala. So they readily agreed because our branding in Kerala, and that is how we give hand to them. And from 2016 onwards, for the last 9 or 8 years, we are working with GB and working well together, I should say. And right now, we are sending close to 3,000 students per year. അതാണ് നമ്മൾ GB ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. MNG ഹോളിഡേയ്സിനെ കുറിച്ച് പറയാമോ? അതും ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടാവുമല്ലോ. MNGയുടെ മൂന്ന് ഇതാണുള്ളത്. MNG ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇമിഗ്രേഷൻ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ MNGയുടെ OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. MNG ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ്, അത് മാൻ പവർ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ആണ്. വി ആർ ഓൾസോ ലൈസൻസ്ഡ് വിത്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. 1,000+ ലൈസൻസിൻ്റെ കാറ്റഗറി ഞങ്ങൾ ലൈസൻസ്ഡ് ആണ്. ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ഇൻ എൻ ഇലാബറേറ്റ് വേ. നമ്മളിപ്പം ഏത് രാജ്യത്തോടും എത്ര ആൾക്കാരെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ലൈസൻസ് ആക്റ്റീവ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വി ആർ ആക്ച്വലി took IATA. So that is how we decided to start our travel company. ആ ട്രാവൽ കമ്പനിയുടെ പേരാണ് MNG ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. സോ MNG ഹോളിഡേയ്സ് വഴി ഇപ്പം we are actually, most of our students who are traveling, they wanted to take ticket through us. So we thought, we are selling almost 2,000-3,000 tickets per year. So we expanded that to holidays also.
പിന്നെ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിപ്പം നൗ വി ആർ എ ടീം ഓഫ് അറൌണ്ട് 45-50 സ്റ്റാഫ് ജസ്റ്റ് ഫോർ ദി ഹോളിഡേയ്സ് അലോൺ currently working with us. So it's going good, very good. And we, for last 1 year, currently there are a lot of people traveling around. So it's also going really good. This one. 2010 എം&ജി തുടങ്ങി 14 കൊല്ലത്തിനുള്ളിൽ 17 ബ്രാഞ്ചായി. ഈ ഒരു വിജയത്തിലേക്ക് കമ്പനി എത്തിച്ചത് എങ്ങനെയാണ്? I would say that നമ്മുടെ dedication to what you are doing is very important in a successful business. And not only dedication from my side, the employees who are working with you, അവരുടെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അവരുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് തന്നെ പറയണം ഈ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ട്രീറ്റിംഗ് ദം ഗുഡ്, ദേ ട്രീറ്റ് യു വെൽ ബാക്ക്. ആ ഒരു കൺസെപ്റ്റിലാണ്. I always say that when we have any place, when I get a chance, I am very lucky. I would expand that word a little bit more. Luck എന്ന് പറയുന്നത് labor under correct knowledge. So if you have some good employees, you are lucky. Good employees means you are lucky. So അങ്ങനെ ഒരു വർക്ക് ഫോഴ്സ്, I have around close to 250 staff working in study abroad. And we have we are dealing with 15-20 different countries. I have ഓരോ കൺട്രികളിലും എക്സ്പീരിയൻസ് 10-15 years എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ലെവൽ മാനേജേഴ്സ് ഉണ്ട്. So they are handling that country and they have assistant managers, coordinators, counselors for that country. So ഇങ്ങനെ ഓരോ ലെവലിൽ ഓരോരോ ആൾക്കാരെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാനും ആ ഒരു പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്ന കാരണം we could, it's not a big deal to expand our business to 17 branches. It is actually, and also, I don't believe that everything should run through me. So I delegate my work, and my managers who take this whole responsibility, I would say, and the team under them make this successful. And it's not too stressful for me also. It's 17 branch or 7 branches or even 1 branch. It depends on, the employees, how employees and, the people under you who's executing that task. അതാണ് അതിൻ്റെ ഒരു 17 ബ്രാഞ്ചസ് എന്നുള്ളത് എത്താനുള്ള. ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് at this point, we are still starting a new branch in Pathanamthitta. Recently we are launching in next 1 or 2 weeks. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. And also we have a very good software, like an ERP, who can, who is all the informations in your fingertips. So basically in the background ഒരു IT field ആയ കാരണം I have developed, over a period of 10 years I have developed a software which can manage my entire business. Not only the study abroad, this immigration, this holidays. So we have an IT team, who develop based on the idea, and that helps them all the roles, different roles in the company, to help them manage them very good, and they don't have to run around scattered. All their information they need is in their fingertips. So that's how I can easily manage this many branches. സാർ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുകയും അത് നേടുകയും ചെയ്യുന്ന കൂട്ടത്തിലാണോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഗോളില്ലാതെ മുന്നോട്ട് പോയിട്ട്, പ്രത്യേകിച്ച് ഒരു ബിസിനസ് if you're a businessman, you need to have goals, you need to have targets, and you should try to achieve it. And you need to have a steady growth, expect a steady growth in the following years. Then only, somebody will be successful in business. സാറിൻ്റെ ഈ കമ്പനിയെ നയിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സക്സസ് മന്ത്ര എന്താണ്? Definitely, you be sincere to what you're doing, and you believe in what you're doing, and do 100% justice to what you do. And I always say that, you will always fail only when you stop trying. So I never stop trying. That's my success, I believe. സാർ നേരത്തെ ജീവനക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കമ്പനിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള കുറേ ജീവനക്കാരുണ്ടെന്നറിയാം. ഒരാൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ജീവനക്കാരോട് പുലർത്തേണ്ട സമീപനം എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും ഒരു സംരംഭത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ്. പിന്നെ അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ when I do that, how do I treat my kids or my family, I do the same thing with my employees also. അത് ഏത് കാര്യത്തിലാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും
സന്തോഷം ഉണ്ടാകുന്ന സമയത്തും യു ഹാവ് ടു think in that aspect. Then only you don't treat them like even when I was in US, like it's a different little culture compared to what how do you manage things here and how do you manage things in US, because I had like around 60 employees under me when I was doing here. You delegate the work and you can expect that to be get done over there, but you need a little bit more follow up here. അതുപോലെ തന്നെ ആ ഒരു ഫോളോ അപ്പും അവരോടുള്ളൊരു കൂടുതലുള്ളൊരു കെയറിങ്ങും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു ആത്മാർത്ഥത തിരിച്ച് കാണിക്കും നമ്മളോട്. അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റും പിന്നെ പല പല കാര്യങ്ങളിലും നമുക്കിപ്പം ദേ ഓൾ ഇറ്റ്സ് നോട്ട് ഓൺലി മേക്കിംഗ് മണി ഫോർ യുവർ സെൽഫ്. യു നീഡ് ടു spend money. You need to share what you get, or happiness, not only happiness, they all are living, working for us to earn money. അപ്പോൾ അവർക്കും അവരുടേതായ കുടുംബവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള അറിഞ്ഞ് കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് 100% ആത്മാർത്ഥത ഉണ്ട്. ഇപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ തുടക്കത്തിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ 14-15 കൊല്ലമായിട്ട് ഇപ്പോഴും കൂടെയുള്ള സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ട്. വളരെ കുറച്ച് പേരോട് അങ്ങനെ മാറിപ്പോകുന്നവരേ ഉള്ളൂ. പക്ഷേ അത് ഞാനും എൻ്റെ വൈഫും എല്ലാവരും ഇതിനകത്ത് ആ ഒരു കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഞങ്ങളാകാവുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ എല്ലാവരിലോട്ടും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല, എന്നാലും നമ്മളാകാവുന്ന എല്ലാവരിലോട്ടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ വൈഫിൻ്റെ കാര്യമാണല്ലോ, സുനന്ദ എന്നാണല്ലോ മാഡത്തിൻ്റെ പേര്. വൈഫും സാറിന് ഫാദറും ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഞാൻ പറഞ്ഞ ഫാദർ ഒരു അക്കൗണ്ടൻറ്റ്, ഹീസ് എൻ അക്കൗണ്ടൻറ്റ്, ബേസിക്കലി അക്കൗണ്ടൻറ്റ് ആൻഡ് ഈസ് എ ഫിനാൻസ് മാനേജർ സോ ഹീസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് അക്കൗണ്ട്സ്. സോ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എൻ്റെ ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവേദന ഫാദറായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സോ ഞാൻ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റും ടെക്നിക്കൽ ഷെയർ നോളജും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ളതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. തുടക്കകാലങ്ങളിൽ ഫാദറായിരുന്നു ആ അക്കൗണ്ട്സ് മുഴുവനും ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈഫ് വെനെവർ ഐ നീഡ് എ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഷീ ഈസ് ദെയർ. അപ്പം ഇപ്പോൾ പുതിയ സ്റ്റാഫ് ഒന്ന് ജോയിൻ ചെയ്യുമ്പം ദർ ഇസ് എൻ ഇൻഡക്ഷൻ പ്രോഗ്രാം, ദേ ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ അവർ കോർപ്പറേറ്റ് ഓഫീസ് ഹിയർ. ഒരു 3 മാസം ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ് സമയത്ത് ഷീ യൂസ് ടു ഗെറ്റ് കം ആൻഡ് ഇൻവോൾവ് ആൻഡ് അവരെ മനസ്സിലാക്കും. സോ ഷീ ഗിവ് മി എ ഫീഡ്ബാക്ക്, ഹൗ ഇസ് ദ ന്യൂ സ്റ്റാഫ്, ഹൂ ഇസ് ഗുഡ്, ഹൂ ഇസ് ബാഡ്, അങ്ങനെ ഒരു ഫീഡ്ബാക്കും കിട്ടും. പിന്നെ അവരുടെ ഓരോരുത്തരെ പറ്റി ഒരു കൂടുതൽ അനാലിസിസ് നമുക്ക് തുടക്കത്തിന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സഹായം ആണ്. പിന്നെ ഏത് സമയത്തും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഷീ ഈസ് റെഡി ടു കം ആൻഡ് ഹെൽപ്പ്. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദർ ആർ കിഡ്സ്, ഐ ഹാവ് എ യങ്ങർ വൺ ഹു ഇസ് 10 years old. സോ സ്കൂളിൽ പോകുന്ന കാരണം ചില സമയത്ത് ബിസി, അല്ലാത്ത സമയത്ത് സോ ബാക്ക് ആൻഡ് ഫോർത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിമാൻഡ്, ഷീ കം ആൻഡ് ഡു ഇറ്റ്. ബിസിനസ് ആകുമ്പോൾ നമുക്കറിയാം വിജയം മാത്രമല്ല പ്രതിസന്ധികളും ഉണ്ടാകും. ഈ M&G തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി US പോയിട്ട് 10 കൊല്ലം വർക്ക് ചെയ്ത് വന്ന കാരണം ഐ ഹാഡ് ഇനഫ് ക്യാപിറ്റൽ ടു റൺ എ കമ്പനി വിത്തൗട്ട് എനി സപ്പോർട്ട് ഫോർ 2-3 years. സോ ഐ വാസ് സീരിയസ്ലി ഐ ഡിഡ്ന്റ് ഹാവ് എനി ഹാർഡ്ഷിപ്പ് ടു ബി വെരി ഫ്രാങ്ക്. ഒരു 6 മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്പനി പിക്കപ്പ് ചെയ്തു. സോ ഐ ഹാഡ് ഇനഫ് ക്യാപിറ്റൽ വിത്ത് മീ. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. തുടക്കത്തിൽ പല സംരംഭങ്ങളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നത്. ബട്ട് സിൻസ് ഐ വർക്ക് ഫോർ 10 years in US. So that capital was enough for me to support for myself and the company for at least for next 3 years. So but within 6 to 7 months itself, we picked up and business went on. കോവിഡ് കാലത്ത് അത് ട്രാവൽ ഇൻഡസ്ട്രിയെ ബാധിച്ചിരുന്നു, സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയെ ബാധിച്ചിരുന്നു. അന്നത്തെ ആ പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്തത്? കോവിഡ് തുടങ്ങിയ സമയം തൊട്ട് ഏതാണ്ട് 2 കൊല്ലത്തോളം, ആദ്യത്തെ ഒരു 3 മാസത്തോളം ഞങ്ങൾ എല്ലാ സ്റ്റാഫും വർക്ക് ഫ്രം ഹോമും. കാരണം ഞങ്ങൾ അന്ന് 14,000 സ്റ്റുഡൻസ് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് വരുന്നത്. ഇറ്റ് വാസ് റിയലി ഡിസ്റ്റർബിങ്. എങ്ങനെ ആവുമെന്നൊരു സിറ്റുവേഷൻ ചിന്തയിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എന്നിരിക്കലും ഐ ഹാഡ് എ കോൺഫിഡൻസ്. സോ വാട്ട് വി ഡിഡ് ഈസ് ലൈക്ക് ഞങ്ങൾ 100% എംപ്ലോയീസിനെ ഞങ്ങൾ റിട്ടൈൻ ചെയ്യാൻ ശ്രമിച്ചു. അതിനൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവർക്കും 3 മാസം വരെ ഫുൾ സാലറിയും അതിനുശേഷം കോവിഡ് തീരുന്നവരെ 1 കൊല്ലവും 9 മാസവും റിമൈനിങ് ഓൾമോസ്റ്റ് 2 years ആണ് ഞങ്ങൾ 80% സാലറി എല്ലാ സ്റ്റാഫിനും കൊടുത്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഡെഫിനറ്റ്ലി
ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിരിക്കലും ഐ വാണ്ടഡ് ദം ടു ഹാവ് എ ഹാപ്പി ആൻഡ് ദേ ആർ ഓൾ വർക്കിംഗ് ഫ്രം ഹോം ഓൾസോ ദാറ്റ് ടൈം. അപ്പം അങ്ങനെ ഞങ്ങളൊരു 80% സാലറി കൊടുത്ത് കൊണ്ടുപോയ ഒരു കമ്പനി നമ്മൾ ആണെന്ന് തോന്നുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്ന് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ജോലി പോയി. ഞങ്ങളുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്ത സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പം പക്ഷേ വി സർവൈവ്ഡ്, വളരെ സക്സസ്ഫുള്ളി സർവൈവ്ഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് അബൌട്ട് കോവിഡ്. ഇപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് രംഗം ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഒരു സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് ബൂം. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം 2 കൊല്ലമായിട്ട് നല്ലൊരു ബൂമിൽ നിന്നിട്ട് ആൻഡ് വി ഓൾ ഡിഡ് ദി ബിസിനസ് വെരി ഗുഡ് ഇൻ ലാസ്റ്റ് 2 years. വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് അവർ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഞങ്ങളുടെ ഒരു 50-60% സ്റ്റുഡൻസും കഴിഞ്ഞ കൊല്ലം വരെ പൊയ്ക്കൊണ്ടിരുന്നത് കാനഡയിലോട്ടാണ്. ഓൾമോസ്റ്റ് 2000 സ്റ്റുഡൻസോളം ഞങ്ങൾ കാനഡയിലോട്ട് വിടുന്ന ഒരു സിനാരിയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കൊല്ലം ഒരു 10,000-2000 കൺസൾട്ടൻസികളാണ് കേരളത്തിൽ പൊട്ടിമുളച്ച് 2 കൊല്ലം കൊണ്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പലവരും അത് കഴിഞ്ഞ് ഈ ഒരു പോളിസി ചേഞ്ച്, അതായത് കാനഡൻ ഗവൺമെൻറ് ഒരു പോളിസി ചേഞ്ചസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഏത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ചസ് വരുമ്പോഴത്തും അത് നമ്മുടെ കാരണം ദിസ് ഇസ് നോട്ട് ലൈക്ക് ഓരോ കൺട്രിയുടെയും ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ച് അനുസരിച്ചാണ് ഇവിടുത്തെ കൺസൾട്ടൻസികളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ആ പോളിസി ചേഞ്ചസ് എഫക്റ്റഡ് ലോഡ് ഓഫ് സ്മോൾ പ്ലേയേഴ്സ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കാനഡ മാത്രമല്ല, ഞങ്ങൾ എല്ലാ കൺട്രിയും ഒരു 15 രാജ്യങ്ങളും ഏതാണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോയ കാരണം ഞങ്ങൾ അത്ര അങ്ങോട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലും ആരെയും ലേ ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷനോ ഒന്നും വന്നിട്ടില്ല. വി ആർ സ്റ്റിൽ ഗോയിങ് ഓൺ. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും ചെയ്തോന്നും ചോദിച്ചാൽ ഇല്ല. ഒരു 10% ഒക്കെ ഡിപ്പ് വന്നിട്ടുണ്ട് ടോട്ടൽ കൗണ്ട് വോളിയം ചെയ്യുവാണെങ്കിൽ. അല്ലാതെ ഞങ്ങൾക്ക് അത്ര ബാധിച്ചിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഓരോ കൺട്രികളുടെയും പോളിസി ചേഞ്ച് അനുസരിച്ച് ഈ ഇൻഡസ്ട്രീനെ ഡെഫിനറ്റ്ലി അത് ബാധിക്കും. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോൾ യുക്രൈനിലെ വാർ വന്നു, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. കാനഡയിലെ ഒരു ബിഗ് പോളിസി ചേഞ്ച് വരുന്നു, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തും ആ കൺട്രി മാത്രം ചെയ്ത് നിൽക്കുന്ന കൺസൾട്ടൻസികളാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അത് അവരെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ ഡൈവേഴ്സിഫൈ നിന്ന് കാരണം നമുക്ക് അത്ര ഒരു പ്രശ്നം വന്നിട്ടില്ല. ബിസിനസ് ആകുമ്പോൾ എന്തായാലും അതിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അതിനെ സാർ എങ്ങനെയാണ് അതിജീവിക്കുക? സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം അങ്ങനെ പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. എന്തെങ്കിലും വരുവാണെങ്കിൽ വൈകുന്നേരം പോയി ബാഡ്മിൻ്റനൊക്കെ കളിച്ച് കുറച്ച് റിലാക്സ്ഡ് ആവുക. പിന്നെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കുക. അല്ലാതെ എങ്ങനെ ഒരു പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എനിക്കത് ഐ യൂഷ്വലി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും ഒത്തിരി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് സോ ഓൾവേസ് ഐ എം പ്ലേയിങ് ഓൺ ദി സേഫർ സൈഡ്. ഡെഫിനറ്റ്ലി എംപ്ലോയീസിൻ്റെ ഒരു ഇതാണ്. നമുക്ക് സാലറി ഡേയ്സ് വരുമ്പോഴാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാവുക. അല്ലാത്ത സമ്മർദ്ദങ്ങളൊന്നും അത്ര. സോ യൂഷ്വലി നൗ വി ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുക? ഈ GB എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി എത്ര സമയം ചിലവഴിക്കും? ഫാമിലിക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കും? ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടി രാവിലെ ഒരു 4 മണിയാകുമ്പം സാധാരണ ഞാൻ എണീക്കും രാവിലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 300-400 ഇമെയിലുകൾ പെർ ഡേ എനിക്ക് റിപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് വായിക്കണം, അത് റിപ്ലൈ ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ കൂടെ എനിക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ 17 ഡിഫറെൻറ്റ് ഓഫീസസ് എന്നുള്ളതും ഓരോ കമ്പനികളുടെ പ്രോഗ്രസ്സും കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഓരോ സോഫ്റ്റ്വെയറുകളുണ്ട്. ഓരോ ടാർഗറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത ടാർഗറ്റുകൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഡെയിലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ടാസ്കുകൾ അസൈൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് ബിഫോർ. ഒരു 4 മണിക്കൂറോളം ഞാൻ രാവിലെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുന്ന വളരെ കമ്പൈൻ കോട്ടിങ് സമയമാണ്. ഒരു 8 മണി 7:30-8 മണി വരെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. അത് കഴിയുമ്പോൾ തൊട്ട് പിന്നെ ഫോൺ കോൾസ് ആയി. പിന്നെ യു ഡോണ്ട് ഗെറ്റ് ടൈം ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് കമ്പ്യൂട്ടർ ആഫ്റ്റർ ദാറ്റ്. ദെൻ അങ്ങനെ അത് ഒരു ഈവനിങ് അങ്ങ് പോകും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഫാമിലിയുടെ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വൈഫിൻ്റെ കോൾ വരും, അല്ലെങ്കിൽ പിള്ളേരുടെ കോൾ വരും, ഇതെടുക്കും. അതിനകത്ത് അതൊരു ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ഓൺ ദി വേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫാമിലിക്ക് ടൈം എന്ന് തോന്നുന്നില്ല. എപ്പോൾ വന്നാലും ബിസിനസ് ആകുമ്പോൾ യു ഹാവ് ടു ടേക്ക് കോൾസ് 24/7. സോ ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെ അത് എൻജോയ് ചെയ്ത് പോകുന്നല്ല. അതിനകത്തൊരു ബുദ്ധിമുട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഒരു പരിധി വരെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സീനിയർ ലെവലിലെ മാനേജേഴ്സും അല്ലെങ്കിൽ ആ റെസ്പെക്റ്റീവായിട്ടുള്ള
ട്രാവൽ ഇൻഡസ്ട്രീസിലുള്ള മാനേജേഴ്സും എല്ലാവരും ദേ ടേക്ക് ദെയർ ഓൺ ഓണർഷിപ്പ് ഉള്ള കാരണം ദേ ആർ ഓൾസോ ഹെൽപ്പിംഗ് മീ ഔട്ട് ഇഫ് ദേ കനോട്ട് ഡു ഇറ്റ് ഓൺലി ദെൻ ഇറ്റ് വിൽ കം ബാക്ക് ടു മീ. അത് അങ്ങനെ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ മീ ടൈം എങ്ങനെയാണ് ചിലവഴിക്കുക? എന്താണ് സാറിൻ്റെ ഹോബി? മെയിനായിട്ടുള്ള നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ, അങ്ങനെയുള്ള ബാഡ്മിൻ്റൺ കളി, അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ്ങിലുള്ള. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും മൂവീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക. പിന്നെ പുതിയ പുതിയ എന്തെങ്കിലും ഞാൻ ഒത്തിരി ഓണ്ടർപ്രണേഴ്സിൻ്റെ ബുക്സ് വായിക്കാറുണ്ട്. ഇങ്ങനെ ഈ ബുക്സായിട്ടോ അങ്ങനെയുള്ള വായിക്കാറുണ്ട്. പിന്നെ പുതിയ പുതിയ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വരുന്നത് എപ്പോഴും വാച്ച് ചെയ്യും. എന്തെങ്കിലും പുതിയ പുതിയ ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ ടെക്നോളജിക്കലി വരുന്ന ചേഞ്ചസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇറ്റ്സ് സംതിങ് ഐ ഫൈൻ ടൈം. ഇന്ന ടൈമൊന്നുമില്ല, എപ്പോൾ ടൈം കിട്ടിയാലും അത് വായിക്കാനും ഇത് ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഹോബിയൊന്നുമില്ല. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ സാരഥി എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോടൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക വേണോ വേണ്ടോ എന്ന്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സംരംഭത്തിന് ഉള്ള ഇനഫായിട്ടുള്ളൊരു മാർക്കറ്റ് സ്റ്റഡി. നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആലോചനയിൽ ഒരു പ്ലാനിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നല്ല രീതിയിലൊരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. 3, നിങ്ങൾക്ക് ഇനഫ് ക്യാപിറ്റൽ ഉണ്ടോ? ഒരു 2 കൊല്ലമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ക്യാപിറ്റൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. കാരണം ഒരു ബിസിനസ്സും ഇന്ന് തുടങ്ങിയാൽ നാളെ സക്സസ്ഫുൾ ആവില്ല. 2 കൊല്ലം ആണ് എൻ്റെ ഒരു രീതിയിൽ 2 കൊല്ലം വരെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ 100% നിങ്ങളുടെ ഈ തുടക്ക കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ 100% നിങ്ങളുടെ എഫേർട്ട് അതിനകത്ത് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഒരു സംരംഭത്തിലോട്ട് കാല് കുത്തുക. അത് അതിനകത്ത് ഞാൻ നേരത്തെ മാഡത്തിന് പറഞ്ഞ പോലെ യു വിൽ ഫെയിൽ ഓൺലി വെൻ യു സ്റ്റോപ്പ് ട്രൈയിങ്. സോ യു കീപ് ട്രൈയിങ്, യു വിൽ ബി സക്സസ്ഫുൾ. അതാണ് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എപ്പോൾ ശ്രമം നിർത്തുന്നോ അന്ന് നിങ്ങൾ തോക്കും. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. സോ അതൊരു പോയിന്റ് വരെ എത്തുന്നവരെ നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റ് ആവില്ല, ചിലപ്പോൾ സെക്കൻഡ്, 3ാമത്തെ അറ്റംപ്റ്റിലായിരിക്കും ചിലപ്പം യു വിൽ ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ ദ റൈറ്റ് ടൈം. അതായിരിക്കും ഒരു ബിസിനസ് സക്സസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിദേശത്ത് പഠിക്കാൻ പോകാൻ ഇരിക്കുന്ന കുട്ടികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? വിദേശത്ത് പഠിക്കാൻ പോകുമെന്ന്, ഞാൻ വിദേശത്ത് 10 കൊല്ലം ജീവിച്ച ഒരാളാണെന്ന രീതിയിൽ അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഈ വൺസ് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ടു നോ എ ഡിഫറെൻറ്റ് കൾച്ചർ, നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ, പിന്നെ യു ആർ ആക്ച്വലി ട്രൈങ് ടു ഇൻട്രാക്ട് വിത്ത് നാഷണൽസ്, അതായത് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം, പിന്നെ അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ യു ആർ ആക്ച്വലി ഡെവലപ്പിംഗ് യുവർ ഓൺ ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുവാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തും. വെൻ യു ട്രൈ ടു മിങ്കിൾ വിത്ത് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആൻഡ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, യു ആർ ബ്രിങ്ങിങ് യുവർ ഓൺ സ്കിൽസ്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാനുള്ളൊരു ചാൻസ്, അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു പുറത്തുപോയി പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കൊരു, പിന്നെ നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. പുതിയ പുതിയ ലാംഗ്വേജുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. അതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റും. ഹൗ ഡു യു സീ ദി വേൾഡ്, ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫറെൻറ്റ് പ്രൊവൈഡഡ് യുവർ ഇൻറ്റൻഷൻ ഈസ് ഗോയിങ് റിയലി ആൻഡ് സ്റ്റഡിങ്. ചില ആ ഒരു ആസ്പെക്റ്റിൽ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊല്ലം 2 കൊല്ലത്തെ വിദ്യാഭ്യാസം പുറം രാജ്യങ്ങളിൽ ഉണ്ടാവുന്നത് നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യാനോ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. M&Gയെക്കുറിച്ചും GB എഡ്യൂക്കേഷനെ കുറിച്ചും സാറിൻ്റെ അടുത്ത സ്വപ്നം എന്താണ്? തുടക്കത്തിൽ അങ്ങനെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വപ്നങ്ങൾ ഇങ്ങനെ ഓരോ വർഷം തോറും കയറി വരുന്നൊരു സാഹചര്യമാണല്ലോ. ഈ ഒരു 1000 crores ടേൺ ഓവറുള്ളൊരു കമ്പനിയായിട്ട് മാറണം. ഇപ്പോൾ ഒരു 300 എംപ്ലോയീസ് ഉണ്ട്, അതൊരു 500 to 1000 എംപ്ലോയീസ് ആയി മാറണം ഓവർ എ പീരീഡ് ഓഫ് 10 years എന്നുള്ള ഇതും ഒക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്.
സോ നല്ല രീതിയിൽ സ്റ്റാഫുകളുടെ വെൽഫെയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടൊരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ, അതാണ് നമ്മുടെ ഒരു സ്വപ്നം. ഡെഫിനറ്റ്ലി വെൻ യു ഗ്രോ ലെറ്റ് യുവർ എംപ്ലോയീസ് ഓൾസോ ഗ്രോ അലോങ് വിത്ത് ദി കമ്പനി എന്നുള്ള പോളിസിയാണ് മനസ്സിലുള്ളത്. സോ ഒരുപാട് ഫാമിലീസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം 1000 എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ, അല്ല ഇപ്പോഴത്തെ 300 എംപ്ലോയീസ് പറഞ്ഞാൽ 300 എംപ്ലോയീസിൻ്റെ ഒരു 10-600 പേരെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്ന കാരണം നമുക്ക് അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് എപ്പോഴും. സോ ഡെഫിനറ്റ്ലി ഗ്രോ വിത്ത് ദി എംപ്ലോയീസ്, അതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. M&G മൈഗ്രേഷനും GB എഡ്യൂക്കേഷനും എല്ലാ ആശംസകളും നേരുന്നു. സാറിൻ്റെ ഇൻ്റർവ്യൂ അങ്ങേയറ്റം രസകരമായിരുന്നു, പ്രയോജനപ്രദവുമായിരുന്നു. കീപ്പ് ഓൺ ട്രൈയിങ് എന്നത് ഞങ്ങൾക്കും ജീവിതത്തിൽ പകർത്താവുന്ന ഒരു വിജയമന്ത്രയാണ്. താങ്ക് യു സാർ. താങ്ക് യു മാം.